തന്റെ മകനായി സ്വീകരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇഷിത. മഹേഷിനോട് തന്റെ തീരുമാനം അറിയിച്ച് അവരിരുവരും വീട്ടിലേക്കും അമ്മയെയും കാത്തിരിക്കുകയാണ് ചിപ്പി. ഒപ്പം രാമനും സ്വപ്നവലിയും ഉണ്ട്. അടുക്കളയിൽ തിരക്കിട്ട പാചകത്തിലാണ് സ്വപ്നവലി. സഹായത്തിനായി രാമനും കൂടിയുണ്ട്. അവർ 3 പേരും കൂടി ഇഷിതയുടെ സ്വഭാവത്തിലെ ഗുണങ്ങൾ പറയുകയാണ്. അമ്മ പാവമാണെന്നും അമ്മയ്ക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്നും ചിപ്പി പറയുന്നു. അതോടൊപ്പം ആദി എന്നൊരു മകൻ കൂടി ഉണ്ടെന്നറിഞ്ഞ് മഹേഷിനെ സ്വീകരിച്ച ഇഷിതയുടെ മനസ്സ് വളരെ വലുതാണെന്ന് സ്വപ്നവലിയും പറയുന്നു. രാമനും അതേ അഭിപ്രായം തന്നെയാണ്. അപ്പോഴാണ് മഹേഷും ഇഷിതയും വീട്ടിലെത്തുന്നത്. അമ്മയ്ക്ക് വേണ്ടി അച്ചമ്മ പായസം ഉണ്ടാക്കിയ വിവരം ചിപ്പി ഇഷിതയോട് പറയുന്നു. ശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതോടൊപ്പം അന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന കുട്ടി ആദിയാണെന്നും അതുതന്നെയായിരുന്നു ഇഷാദെന്നും ഇഷിത അമ്മയോടും അച്ഛനോടും പറയുന്നു. അമ്മയെയും അച്ഛനെയും കരയിപ്പിച്ച ആദി ചേട്ടനെ ചിപ്പിക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും സ്വഭാവം മാറി നന്നായാൽ കൂട്ടുകൂടാമെന്ന് ചിപ്പി പറയുന്നുണ്ട്. അതേസമയം മാഷും പ്രിയാമണിയും ഇഷിതയുടെ വലിയ മനസ്സോർത്തിരിപ്പാണ്. അവൾ വീട്ടിൽ നിന്ന് പോയെന്ന് കേട്ടപ്പോൾ പേടിച്ചെന്നും എന്നാൽ അവൾ ആദിയെ കൂടി സ്വീകരിച്ചപ്പോൾ സന്തോഷമായെന്നും പ്രിയാമണി പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുഗ്രഹ വീട്ടിലേക്ക് എത്തിയത്. അവളിപ്പോൾ ഇഷിതയുടെ ഫ്ളാറ്റിലാണ് താമസം. സുജിക്ക് വിനോദിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് അനുഗ്രഹയോട് താല്പര്യക്കുറവ്. അല്ലാത്ത പക്ഷം അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. കന്യാകുമാരിയിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാഷിനും പ്രിയാമണിക്കും സുജിക്കും വാങ്ങിയാണ് അനുഗ്രഹ എത്തിയത്. അതേസമയം വിനോദ് കന്യാകുമാരിയിൽ വരാമെന്ന് ആദ്യം പറഞ്ഞെന്നും പിന്നീട് വരുന്നില്ലെന്ന് പറഞ്ഞെന്നും അനുഗ്രഹ സുജിയോട് പറഞ്ഞു. ബാക്കി എന്ത് കാര്യമാണെങ്കിലും സുജിക്ക് ഓക്കെ. പക്ഷേ വിനോദിന്റെ കാര്യം അനുഗ്രഹ പറയുമ്പോൾ സുജിക്ക് നല്ല ദേഷ്യം വരും. എന്തായാലും 100-ലെയും 101-ലെയും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.